മലപ്പുറത്ത് ഒരു പുതിയ കൊട്ടേഷൻ സംഘമുണ്ട്. ഫയർഫോഴ്സും പോലീസുമൊക്കെ ഈ സംഘത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. സംഗതി ഇതാണ്: കടന്നൽ അവന്മാരെവിടെയുണ്ടെങ്കിലും പൊക്കുന്ന ഒരു കൊട്ടേഷൻ സംഘം. കടന്നൽ ഗ്രൂപ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത്. മലപ്പുറം മറ്റത്തൂരിൽ മുഹമ്മദ് അലി, മുസ്തഫ തുടങ്ങിയ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് രൂപീകരിച്ചതാണ് ഈ സംഘം. ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ രാത്രിയിലാണ് കടന്നലുകളെ കൂട്ടത്തോടെ കശാപ്പ് ചെയ്യുക. പെട്രോൾ സ്പ്രേ ചെയ്ത് തുണി ഉപയോഗിച്ച് ഇവന്മാരെ പൊക്കും. അങ്ങനെ തട്ടിക്കളയുന്ന ഈ ഗ്രൂപ്പ് ഇപ്പോൾ മലപ്പുറത്ത് ആവശ്യക്കാർ ഏറെയാണ്. ഒരു കമാൻഡോ ഓപ്പറേഷനാണിത്. റാംബോ സ്റ്റൈലിൽ ആയിരക്കണക്കിന് ശത്രുക്കളെ ഒറ്റയടിക്ക് തട്ടുന്ന ഓപ്പറേഷൻ. ശത്രുക്കൾ എന്നാൽ ഏറെ അപകടകാരികളായ കടന്നലുകളാണെന്ന് മാത്രം. മലപ്പുറത്ത് പലയിടങ്ങളിലും കടന്നൽ കുത്തേറ്റ് മനുഷ്യർ മരിക്കാൻ തുടങ്ങിയത് വാർത്തയായതോടെയാണ് ഈ കടന്നൽ സംഘം രൂപീകൃതമായത്. മലപ്പുറം മറ്റത്തൂർ സ്വദേശികളായ മുഹമ്മദ് അലി, മുസ്തഫ, അബ്ദുള്ളക്കുട്ടി എന്നിവരാണ് കടന്നൽ സംഘത്തെ തുരത്താനായി രംഗത്തിറങ്ങിയത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് വരെ ആശ്രയമായി മാറിക്കഴിഞ്ഞു ഈ സംഘം. തീവ്രവാദികളെ നേരിടുന്ന കമാൻഡോകളെ പോലെയാണ് കടന്നലുകൾക്ക് മുൻപിൽ ഇവരെത്തുന്നത്. മുഖം വരെ മൂടിക്കെട്ടുന്ന പ്രത്യേക വസ്ത്രവും കയ്യുറയുമൊക്കെ ഇട്ടാണ് ആക്രമണം. ഇരതേടി കൂടുകളിൽ മടങ്ങിയെത്തി കടന്നലുകൾ ഒന്ന് നടുനിവർക്കുന്ന സമയത്താണ് സംഘം പതിയിരുന്ന് ആക്രമിക്കുക. കൂടുകൾക്ക് മുൻപിലെത്തി ആദ്യം പരിസരം നിരീക്ഷിക്കും. കാവൽക്കാരെന്ന പോലെ കൂടിനടുത്തെത്തുമ്പോഴേ പറന്നെത്തുന്ന കടന്നലുകളെയൊക്കെ തൽക്ഷണം പെട്രോൾ സ്പ്രേ ചെയ്ത് കൊല്ലും. പിന്നെ കൂടിന്റെ പ്രധാന വാതിൽ പെട്രോൾ ഒഴിച്ച് നനഞ്ഞ തുണി കൊണ്ട് മൂടും. ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് പെട്രോൾ ഒഴിക്കുകയും ചെയ്യും. അതിനുശേഷം കൂട് അടർത്തിയെടുക്കാറാണ് പതിവ്. ആയിരത്തിലധികം കടന്നലുകളാണ് ഒരു കൂടിൽ ഒത്തൊരുമയോടെ കഴിയുന്നുണ്ടാവുക. കൂടിളക്കി താഴെയിട്ട് കഴിഞ്ഞാൽ സംഘത്തിന്റെ ജോലി കഴിഞ്ഞെന്ന് കരുതരുത്. വൻകിട ഫ്ളാറ്റ് നിർമ്മാതാക്കളെ പോലും അത്ഭുതപ്പെടുത്തുന്ന കടന്നൽ കൂടിന്റെ നിർമ്മാണ രീതികളെക്കുറിച്ചും അവയുടെ ശാസ്ത്രീയ നാമവുമൊക്കെ കാഴ്ചക്കാർക്ക് പറഞ്ഞുകൊടുത്ത ശേഷമേ സംഘം മടങ്ങൂ. വീടിനടുത്തുണ്ടായിരുന്ന കടന്നലുകളെ കീഴ്പ്പെടുത്തിയതോടെയാണ് സംഘം ഈ രംഗത്ത് സജീവമാവുന്നത്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും കടന്നലുകളിൽ നിന്ന് രക്ഷ തേടാനായി ഈ സംഘത്തെ തേടി ആളുകൾ എത്തുന്നു. സന്തോഷത്തോടെ നൽകുന്ന പ്രതിഫലം മാത്രമാണ് ഈ രംഗത്ത് തുടരാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഒപ്പം കടന്നൽ കുത്തേറ്റ് ഇനി ആരും മരിക്കരുതെന്ന ആഗ്രഹവും. ഞങ്ങളൊരു 15 വർഷമായിട്ട് കടന്നൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു കടന്നൽ കൂടെ ഉണ്ടായിട്ട് ഞങ്ങളെല്ലാവരും കൂടി നാട്ടിലെല്ലാം കൂടി ഒരു പിടിച്ചു ഒഴിവാക്കി വന്നില്ല. അതിന്റെ ശേഷം പിന്നെ നാട്ടിൽ നിന്ന് അങ്ങനെ അറിയപ്പെട്ട് പല ആളുകളും ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് പിന്നെ അങ്ങനെ പത്രത്തിലൊരു ഫോട്ടോ അടക്കം വന്നു. അങ്ങനെ എല്ലാവരും വിളിച്ചാണ് ഞങ്ങളെ നമ്പർ വാങ്ങിക്കാണ്ട് പിന്നെ ഫയർഫോഴ്സ് അങ്ങായിട്ട് ബന്ധപ്പെടും. അങ്ങനെ പിന്നെ നമ്മളെ മലബാറിലെ എല്ലാ ജില്ലയിലും ഞങ്ങൾ പോകാറുണ്ട്. ഇതുപോലെ കടന്നൽക്കൂട് ഇവിടെ കടന്നൽക്കൂട് ഉണ്ട് എന്ന് പറഞ്ഞാലും ഓടിയെത്തണം എന്നുള്ളതാണ്. അതിന് ഞങ്ങൾക്ക് അതിനായിട്ടൊരു വണ്ടിയുണ്ട്. പിന്നെ മൊബൈലും സ്വിച്ച് ഓഫ് ചെയ്യാതെ ഇത് റെഡിയാണ്. കടന്നലുകളെ കീഴ്പ്പെടുത്തുന്നതിനിടയിൽ ഒട്ടനവധി കുത്തു കിട്ടിയിട്ടുണ്ടെങ്കിലും അതൊന്നും ഈ സംഘത്തെ പുറകോട്ട് വലിക്കുന്നില്ല. ഹാർഡ്വെയർ ഷോപ്പും മരക്കച്ചവടവും കെട്ടിട നിർമ്മാണവും ഒക്കെ കഴിഞ്ഞെത്തുന്ന വൈകുന്നേരങ്ങളിലാണ് ആക്രമണകാരികളായ കടന്നലുകളെ ആക്രമിക്കുന്ന ഈ സംഘം എത്തുന്നത്.